തലയില്ലാത്ത പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ കബന്ധങ്ങളുമായി നിൽക്കുന്ന മാതാപിതാക്കളുടെ നിലവിളി കേട്ടുകൊണ്ടാണ് ലോകം ഇപ്പോൾ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നത്. ചരിത്ര പുസ്തകത്തിൽ പോലും കേട്ട് കേൾവിയില്ലാത്ത, നമ്മുടെ ജീവിതകാലത്ത് നാം കണ്ടേക്കുമെന്ന് പോലും കരുതിയിട്ടില്ലാത്തത്ര കൊടും ക്രൂരതകൾ. യുദ്ധമെന്നൊന്നും ഇതിനെ വിളിക്കാൻ കഴിയില്ല. കല്ലും കമ്പും പോലും എടുത്തുപോക്കാൻ ത്രാണിയില്ലാത്ത മനുഷ്യർക്ക് നേരെ അണ്വായുധം കൈവശമുള്ള ഒരു രാജ്യം നടത്തുന്ന കുരുതിയെ യുദ്ധമെന്ന് വിളിക്കുന്നത് കുറ്റമാണ്. ആ കുരുതിയിൽ 1, 2, 3 മനുഷ്യർ ചേർന്ന് 36,000-ലധികം മനുഷ്യരെയാണ് ഇസ്രായേൽ വംശഹത്യ ചെയ്തത്. 36,000 മനുഷ്യർ, കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, ഒന്നും ചെയ്യാൻ വഴിയില്ലാത്ത മനുഷ്യരൊക്കെ. ഹമാസ് നേതാക്കളെ കൊല്ലാൻ എന്ന വ്യാജേനയാണ് ഇസ്രായേൽ ഹോസ്പിറ്റലുകൾ ആക്രമിച്ചത്. ഗസയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഫെസിലിറ്റിയായ ആൽഷിഫ ഹോസ്പിറ്റൽ തകർത്തത്, പൊടി കുഞ്ഞുങ്ങളെയൊക്കെ പ്രിസിഷൻ വെപ്പണുകൾ ഉപയോഗിച്ച് കൊന്നുകളയുന്നത്, കുഞ്ഞുങ്ങളും സ്ത്രീകളും കൂട്ടായി കിടന്നിറങ്ങുന്ന ടെന്റുകളിൽ ബോംബുകൾ ഇടുന്നത്, നിരപരാധികളായ മനുഷ്യരെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തുന്നത്. ലോകത്തെ ഏറ്റവും ഉയർന്ന കോടതിയായ അന്തർദേശീയ നീതിന്യായ കോടതി റഫയിലെ അക്രമങ്ങൾ ഉടൻ നിർത്തിവെക്കാൻ ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിരുന്നു. ജനസൈഡ് കൺവെൻഷൻ, അതായത് വംശഹത്യക്കെതിരെയുള്ള ഉടമ്പടി പ്രകാരം ഇസ്രായേലിന് ഉത്തരവാദിത്തങ്ങളുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. ഇതിനും ശേഷമാണ് ഇസ്രായേലി പട്ടാളം റഫയിലെ ക്യാമ്പുകളിലേക്ക് ബോംബിട്ട് ഒറ്റ നിമിഷം കൊണ്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള 45 മനുഷ്യരെ പച്ച ജീവനോടെ കത്തിച്ചു കളഞ്ഞത്. അന്തർദേശീയ ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിക്കുമെതിരെയൊക്കെ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്യാൻ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേലിനെ പണവും ആയുധവും കൊടുത്ത് സഹായിക്കുന്ന അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ ലോകത്തൊന്നും നടക്കാൻ പോകുന്നില്ല. റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ എന്ന്, അന്തർദേശീയ ഹ്യൂമാനിറ്റേറിയൻ നിയമങ്ങളെന്ന്, ലോക ജനാധിപത്യമെന്ന്, മനുഷ്യാവകാശമെന്ന് ഉടമ്പടി ഒപ്പുവെച്ചാലും അന്തർദേശീയ കമ്മീഷനുകൾ അതിനായി നിലവിൽ കൊണ്ടുവന്നാലും ഒന്നും ആരെയും തുണയ്ക്കാൻ പോകുന്നില്ല എന്ന പാഠമാണ് ഗസയിലെ കൂട്ടക്കുരുതി പഠിപ്പിക്കുന്നത്. തലയില്ലാത്ത ഉടലുമായി നിൽക്കുന്ന മനുഷ്യന്റെ രംഗങ്ങൾ ലോകത്ത് ഷോക്ക് വേവുകൾ ഉണ്ടാക്കേണ്ടതാണ്. ഒരു വംശഹത്യ മുന്നിൽ നടന്നിട്ടും നമ്മൾ ഇവിടെ അതിസാധാരണത്വങ്ങളിൽ ജീവിച്ചിരിക്കുന്നു. ഈ നരഹത്യ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. തീർച്ച.